എല്ലാവർക്കും ഡിവൈൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നാളെ ഹനുമാൻ ജയന്തിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റുന്ന വീണ്ടും ഒരു റെമഡി ആയിട്ട് ഞാൻ വരാമെന്ന് വിചാരിച്ചു. അതുപോലെ കഴിഞ്ഞ വട്ടം ദുർഗാമ്മയുടെ നാമങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് ദീക്ഷ എടുക്കണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാമങ്ങൾ നമുക്ക് ജപിക്കാൻ ഗുരുവിൻ്റെ ദീക്ഷയുടെ ആവശ്യമില്ല, നാമജപങ്ങളല്ലേ. ഞാൻ അതുപോലത്തെ ഉള്ള നാമങ്ങളും സേഫ് ആയിട്ടുള്ള മന്ത്രാസ് മാത്രമേ ഞാൻ അതിൽ പറഞ്ഞു തരുള്ളൂ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ചൊവ്വ വെള്ളി നവരാത്രി സമയമൊക്കെ തുടങ്ങാം. അതുപോലെ തന്നെ ഞാൻ ചാൻഡ് ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിലും കേൾക്കാം. പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ പറ്റുമോ, ശുദ്ധമുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, പീരിയഡ്സ് എന്ന് പറയുന്നത് അശുദ്ധമല്ല ഒരിക്കലും. അതൊരു ഇംപ്യൂറായിട്ട് ദൈവങ്ങൾ പോലും കാണുന്നില്ല. നമ്മൾ പണ്ടെപ്പോഴോ കണ്ടീഷൻസൊക്കെ വെച്ച് കൊണ്ടുവന്നതിനാണ്. ഒന്നുമില്ല, പീരിയഡ്സ് ടൈം ആകുമ്പോൾ നമ്മുടെ എനർജി താഴത്തോട്ടാണ് പോകുന്നത് കംപ്ലീറ്റ്ലി. കാമക്യമാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, പീരിയഡ്സ് ടൈമിൽ പൂജിക്കുന്ന ദേവിയാണ് അല്ലേ. അവിടെ പൂജിക്കുന്നത് യോനിയാണ് ദേവിയുടെ. അപ്പോൾ ദേവി എന്ന് പറയുന്നത് ഒരിക്കലും ഇംപ്യൂർ ആണെന്നോ അശുദ്ധമാണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അത് എനർജറ്റിക്കലി നമ്മൾക്ക് ആ ഒരു ടൈമിൽ റെസ്റ്റ് തരാൻ വേണ്ടിയിട്ടും നമ്മുടെ എനർജി താഴത്തോട്ട് പോകുന്നത് കൊണ്ടാണ് പീരിയഡ്സ് ടൈമിൽ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നത്. പക്ഷേ പീരിയഡ് ടൈമിലൊക്കെ നമുക്ക് മനസ്സിൽ ചാൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ ഹെവി ഹൈ മന്ത്രാസൊക്കെ ആകുമ്പോൾ കുറേ ഒരു ഹെവി ബീജമന്ത്രമൊക്കെ വരുമ്പോൾ അതിന് ഭയങ്കര പവറാണ്. അപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ എനർജി മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ എനർജി താഴത്തോട്ടും അമ്പലങ്ങളിൽ എനർജി മുകളിലോട്ടാവുമ്പോൾ അത് നമുക്ക് ഭയങ്കര എനർജറ്റിക് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ടൈമിൽ റെസ്റ്റ് എടുക്കണം, നല്ല പോലെ റെസ്റ്റ് എടുത്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നാമം ജപിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ചെയ്യുക. അതിപ്പോൾ പീരിയഡ്സ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ പീരിയഡ്സ് ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹനുമാൻ ഈ ഒരു ജയന്തിയുടെ സമയമാണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾക്ക് നാമങ്ങൾ ജപിക്കാം. രാമായ ഹനുമതി, ശ്രീരാമജയം. ശ്രീരാമജയം നിങ്ങൾക്ക് എഴുതി മാല കെട്ടി ഹനുമാൻ സ്വാമിക്ക് അർപ്പിക്കാം. അല്ലെങ്കിൽ ശ്രീരാമജയം എന്നുള്ളത് നിങ്ങൾക്കൊരു സ്പെസിഫിക് നമ്പർ ഓഫ് ടൈം, ഒരു 108 തവണ ശ്രീരാമജയം എന്ന് നോട്ട്ബുക്കിൽ എഴുതാം. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത്, ഞാനൊരു ഇത്ര ദിവസം ചെയ്യാമെന്നാണോ, 11 ദിവസം ചെയ്യാമെന്നാണോ, അല്ലെങ്കിൽ ഇത്ര മാസം ചെയ്യാമെന്നാണോ, എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അതിപ്പോൾ ഓരോ ദിവസം പറ്റുന്നത്ര എഴുതാമെന്നാണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു ദിവസം എത്രത്തോളം എഴുതണം എന്നുള്ളത്, ഒരു ദിവസം എന്ത് ഫുഡ് കഴിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇങ്ങനത്തെയുള്ള സ്പെഷ്യൽ ഡേയ്സിലൊക്കെ വെജിറ്റേറിയൻ ആവാന്നുള്ളത് നല്ലതാണ്. പിന്നെ ഓരോരുത്തരുടെയും ഹെൽത്തും കൺവീനിയൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലേ. നമ്മുടെ ആരോഗ്യം എന്താണ്, നമുക്ക് എന്ത് ഫുഡ് കഴിക്കണം, മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരാണ് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കാണ്ടിരിക്കുക. നമുക്ക് പറ്റുന്ന ഒരു സങ്കല്പം എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഒരിക്കലും ഞാൻ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നും വെക്കില്ല. സ്നേഹത്തോടെ കാണാം. ഈ പേടിയും ശിക്ഷിക്കാനല്ല ദൈവങ്ങളിരിക്കുന്നത്. അവരൊക്കെ നമ്മുടെ അച്ഛനമ്മ പോലെയാണ്, നമ്മളെ നേർവഴിക്ക് നയിക്കാൻ തന്നെയാണ്. ആ സ്നേഹം കൊണ്ട് മാത്രം കണ്ടാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ശ്രീരാമജയം എന്നുള്ളത് എഴുതി തുടങ്ങാം. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം മാത്രമായിട്ട് നിങ്ങൾക്ക് എഴുതാം, മാലയായിട്ട് കെട്ടി സമർപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ രാമായ ഹനുമതി, അത് നിങ്ങൾക്ക് എത്ര വട്ടം വേണമെന്നുണ്ട് രാമായ ഹനുമതി എന്ന് ചൊല്ലാം. അതുപോലെ ഹനുമാൻ ചലീസ നിങ്ങൾക്ക് ഇത്ര നമ്പർ ഓഫ് ടൈം, അത് ഒരെണ്ണം തന്നെ ചൊല്ലി വരുമ്പോൾ 4 മിനിറ്റ്, 3, 4, 5 മിനിറ്റിനടുത്ത് ചൊല്ലി വരുമ്പോൾ എടുക്കും. അപ്പോൾ ഹനുമാൻ ചലീസ നിങ്ങൾക്ക് 3 തൊട്ട് 11 തവണ, 21 തവണയൊക്കെ ചൊല്ലുമ്പോൾ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് പോവുമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നാളെ തൊട്ട് ഒരു 11 ദിവസത്തേക്ക് ഹനുമാൻ ചലീസ ചൊല്ലാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഹനുമാൻ ചലീസയൊക്കെ നിങ്ങൾ സങ്കല്പമായിട്ട് എടുക്കുമ്പോൾ കുറേ അധികം ഈ എന്താ പറയുക, വെജിറ്റേറിയൻ ആയിരിക്കണം. കുറച്ച് ആ ഒരു 11 ദിവസമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കണം, രാവിലെ നേരത്തെ എണീക്കണം. അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കല്പം എടുക്കണമെങ്കിൽ എടുക്കാം. രാവിലെ നേരത്തെ എണീറ്റ് വിളക്ക് കൊളുത്തിയിട്ട് അങ്ങനെ ഇരുന്ന് ജപിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെയാണ് ഈ നോർത്തിലെ ആൾക്കാരുകളൊക്കെ അവരങ്ങനെയാണ് ചെയ്യാറ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് 4 മണിക്കൊക്കെ എണീറ്റ് ആ ഒരു ടൈമിൽ ഹനുമാൻ ചലീസ 11 വട്ടം ഓരോ ദിവസം ചൊല്ലും. പിന്നെ സെലിബസി മെയിൻറ്റെയിൻ ചെയ്യണം. സെക്ഷുവൽ ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് ആ 11 ഡേയ്സ് മാറ്റി വയ്ക്കണം. കാരണം ഹനുമാൻ സ്വാമി ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ മാറ്റി വെക്കണം എന്ന് പറയും. അങ്ങനത്തെയുള്ള കുറച്ച് സ്ട്രിക്റ്റ് റൂൾസോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് 11 ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയണം, സങ്കല്പം എടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്.
അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവീനിയൻ്റ് അനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത്, ഹനുമാൻ സ്വാമിയോട് ഒരു കണക്ഷൻ വെക്കാം, എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത്, ഞാൻ ഇത്ര ദിവസം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞാൻ ഇത്ര തവണ ചൊല്ലാമെന്ന് വെച്ചാൽ മതി. അത് 3 വട്ടമാവാം, 5 വട്ടമാവാം, 9 വട്ടമാവും, 11 വട്ടമാവും, 21 വട്ടമാവും, 108 വട്ടം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതെല്ലാം നിങ്ങൾ എല്ലാ വട്ടവും ഹനുമാൻ സ്വാമിയുടെ എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ അതാവാം. മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മാത്രം മതി. പീരിയഡ്സ് ടൈമൊക്കെയാണ്, ആർക്കും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വെറുതെ മനസ്സിൽ ഹനുമാൻ സ്വാമിനെ വിഷ്വലൈസ് ചെയ്തൊരു നാമജപം ചെയ്താലും മതി, സ്നേഹം കൊണ്ട് ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. അതും ഒരു ബ്യൂട്ടിഫുൾ തിങ്ങാണ്, അല്ല, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ പൂജിക്കുക എന്ന് പറയുന്നതും ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമുക്ക് ദൈവത്തിനെ എങ്ങനെ കാണാം, നമുക്ക് ഫ്രണ്ടായിട്ട് കാണണമെങ്കിൽ ഫ്രണ്ടായിട്ട് കാണാം, പേടിയോടെ കാണണമെങ്കിൽ പേടിയോടെ കാണാം, ഭയബഹുമാനം റെസ്പെക്റ്റോടെ കാണണമെങ്കിൽ റെസ്പെക്റ്റോടെ കാണാം, ഒരച്ഛനായിട്ടോ അമ്മയായിട്ടോ ബ്രദറായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കാണാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി രാമായ ഹനുമത്തെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രീറാം 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 എന്ന് പറയുന്ന ഒരു ഹനുമാൻ സ്വാമിക്ക് സീതാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നാമം കഴിഞ്ഞ് കഴിഞ്ഞാലും രാമ ജപം ചെയ്യുക, ഹരേ രാമ ഹരേ കൃഷ്ണ ചെയ്യുക, അല്ലെങ്കിൽ രാമ 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 എന്നും ചൊല്ലാം. അതും വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ്, ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ കുറേ അധികം ആൾക്കാർ കുറേ അധികം വീഡിയോസ് ഇട്ടുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ സിമ്പിളായിട്ട് ഇതിൽ കാണുന്ന ആൾക്കാർ കുറേ നാളുകളായിട്ട് ഇതുപോലെ സ്പിരിച്വൽ പാത്തയിലൊക്കെ പോകുന്ന ആൾക്കാരുകളാണെന്നറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡർ തന്നേ ഉള്ളൂ. ശ്രീരാമജയം എഴുതാം, ശ്രീരാമജയം ചൊല്ലാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു കംഫർട്ടബിൾ, നാളത്തെ ഒരു ദിവസം നിങ്ങൾക്കത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. ജയ് ശ്രീറാം, ജയ് സീതാറാം, ജയ് ആഞ്ജനേയ സ്വാമി. താങ്ക് യു സോ മച്ച്. ജയ ബജ്രംഗ് ബലി. എല്ലാവർക്കും ഈ ഹനുമാൻ ജയന്തിയിൽ എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടിരിക്കട്ടെ. കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ ബ്ലെസ്സിങ്സ്, കൂടുതൽ എല്ലാ രീതിക്കും നിങ്ങളുടെ ഒരു വിഷ് ഒരു 10,000 ടൈംസ് ബെറ്ററായിട്ട് എല്ലാവർക്കും അനുഗ്രഹിച്ച് ആഞ്ജനേയ സ്വാമി തരട്ടെ. ജയ് ശ്രീറാം, സീതാറാം. സ്റ്റേ ബ്ലെസ്ഡ്.